നോട്ട് റദ്ദാക്കിയത് എങ്ങനെ ആഘോഷിച്ചത്? ഒരു പ്രാന്തം നടപടിയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്ത് കാര്യത്തിന് ചെയ്തത്? ഇതിന്റെ ഫലം എന്താ? പക്ഷെ എന്നാലും ജനങ്ങളെ വിശ്വസിപ്പിച്ചോ? പക്ഷെ അല്ല, അതാണ് ചെറിയൊരു നാടകീയ മുഹൂർത്തങ്ങൾ, സന്ദർഭങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ആകെ ഞെട്ടിക്കുക, അത് വലിയ പ്രചാരണം നടത്തുക, അങ്ങനത്തെ ഒരു ശൈലിയാണ് ഈ പ്രധാനമന്ത്രി മോഡിയുടെ. അപ്പൊ അതിന് പറ്റിയത് തന്നെ. ആദ്യം പറഞ്ഞു കേട്ടപ്പോ ഞാനും അത്ഭുതപ്പെട്ടുപോയി. ഇതിപ്പോ തീരുമാനിച്ചതല്ല, എനിക്ക് ഒരു മാസം മുമ്പ് തീരുമാനിച്ചതാണ് ഇങ്ങനെ വേണം. കാരണം 30-ാം തീയതി നമുക്ക് കൌൺസിൽ കൂടാം എന്ന് ഒരു മാസം മുമ്പ് പറഞ്ഞതാണ്. അപ്പോ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ തയ്യാറെടുപ്പൊന്നും പൂർത്തിയായില്ലെങ്കിലും നടത്താന്നുള്ളത്. നമ്മുടെ നോട്ട് റദ്ദാക്കൽ പോലെ തന്നെ തയ്യാറെടുപ്പ് പൂർത്തിയായിട്ടില്ല. ഈ നികുതി സമ്പ്രദായത്തിലേക്ക് കടക്കാനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടില്ല. ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇതിനെ എതിർക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനെന്ത് എതിർക്കണമെന്ന്, ഞാൻ കേരളത്തിലെ ധനമന്ത്രി എന്ന നിലയിൽ എന്റെ താല്പര്യം മുഴുവൻ കേരളത്തിന് വരുമാനം കൂടുതൽ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ ഒരു 4 വർഷമായിട്ട് 10% അതിന്റെ താഴെയാണ് വാറ്റ് കൂടുന്നത്, നികുതി വരുമാനം. ഇങ്ങനെ പോയാൽ വലിയ പ്രതിസന്ധിയാണ്. ഏതായാലും GST 14 തരും, തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപരിഹാരം തരാം എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുള്ളതാണ്. അത് അഷ്വർഡാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തിനാ തയ്യാറായില്ലെങ്കിൽ അവർക്ക് പോയി. അല്ല, എങ്കിലും താങ്കളൊരു ധനകാര്യ വിദഗ്ധൻ കൂടിയാണല്ലോ. ആ നിലയ്ക്ക് നമ്മൾ തയ്യാറെടുപ്പുകൾ ഇല്ലാതെയാണ് ഈ ഇതിലേക്ക് എടുത്തിയാടുന്നത്. തയ്യാറെടുപ്പുകൾ ഒത്തിരി ഉണ്ട്, പക്ഷേ പൂർത്തിയായിട്ടില്ല. ഇല്ല. അപ്പൊ അതിന്റെ അപാകതകൾ, ആ ദോഷം എവിടെയെങ്കിലും വെച്ച് പുറത്തു വരില്ലേ? ഇപ്പൊ വന്നു കഴിഞ്ഞല്ലോ. ഉദാഹരണത്തിന് നികുതി കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് റിട്ടേൺ സമർപ്പിക്കണം. ഓരോ വ്യാപാരിയും സമർപ്പിക്കണം. അപ്പൊ ഓരോ വ്യാപാരിയും അവർ വിറ്റ സാധനത്തിന്റെ കണക്കാ കൊടുക്കേണ്ടത്. അത് വെച്ച് എല്ലാവരും വാങ്ങിയ സാധനങ്ങളുടെ കണക്ക് കമ്പ്യൂട്ടർ ഉണ്ടാക്കും. ആണ് രണ്ടാമത്തെ റിട്ടേൺ. മൂന്നാമത്തെ റിട്ടേൺ ഇതും കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ നീ എത്തുന്നത് കമ്പ്യൂട്ടർ പറയണം. പക്ഷെ നിങ്ങളുടെ റിട്ടേൺ കൊടുക്കാനുള്ള ഓൺലൈൻ സംവിധാനം പോലും റെഡിയായിട്ടില്ല. അത് ചെയ്യാൻ ഇനിയും 2 മാസം വരുന്നത്. അതുകൊണ്ടാണ് ജൂലൈ 1 നികുതി വന്നാലും അതിന്റെ ആദ്യത്തെ റിട്ടേൺ കൊടുക്കുന്ന ദിവസം എന്താണെന്നറിയോ? സെപ്റ്റംബർ 10-ാം തീയതി. അതാണ്. ഇനി ഏത് വണ്ടി ചെക്ക് പോസ്റ്റുകൾ പാടില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് വണ്ടിയും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ വേ ബിൽ, അതിന്റെ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ബില്ലുണ്ടായില്ലാതെ പോകണമെന്ന് അറിയാൻ പറ്റും.